മക്കളെ, അപ്പോൾ മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ വീഡിയോ കാണുന്ന എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും അല്ലേ. ഇപ്പോൾ SSLCയിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SSLC എക്സാമിൻ്റെ റിസൾട്ട് ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. +1 എക്സാം എഴുതിയ മക്കൾ +1ൻ്റെ, +2കാരാണെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെയും +2ൻ്റെയും റിസൾട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ +1ൻ്റെ റിസൾട്ട് അല്ല, +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് ഈ മാസം അവസാനത്തോടു കൂടി നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി നമ്മൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് SSLCൻ്റെ റിസൾട്ടായിരുന്നു, മെയ് 8-ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് +2ൻ്റെ റിസൾട്ടായിരുന്നു മെയ് 9-ന്. പിന്നെയാണ് +1ൻ്റെ റിസൾട്ട് വന്നത്. വളരെ നേരത്തെ ആയിരുന്നു, മെയ് 28-ന്. കാരണം +2ൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ, എത്രയോ നേരത്തെ തന്നെ നമ്മുടെ +1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ഏറ്റവും നേരത്തെ വരാൻ സാധ്യതയുള്ളത് നമ്മളുടെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടായിരിക്കും. അത് ഈ ഒരു മാസം അവസാനത്തോടു കൂടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കണോ, അതിനൊന്നും വേണ്ടിയിട്ടല്ല. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്തായാലും നമ്മൾ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാകും. ഏറ്റവും ബെറ്റർ റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. പഠിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം നേരത്തെ തന്നെ പഠിക്കാനുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ +1 +2ലേക്ക് പോകുന്ന മക്കൾ ഇനി റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട അല്ലേ, നമുക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. അങ്ങനെയുള്ളവരായിക്കോട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ SSLCന്ന് +1ലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിറ്റർമൈൻഡ് ആണ് എന്ത് കോഴ്സ് എടുക്കും എന്നുള്ള കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ഏകദേശം ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.